ഹായ് ഓൾ. ഈ ജൂൺ സൈക്കിളിൽ നമുക്ക് യു ജി സി നെറ്റ് ക്രാക്ക് ചെയ്താലോ? ഓക്കെ, സോ എൻ്റെ കൂടെ വരൂ, നമുക്ക് യു ജി സി നെറ്റ് ക്രാക്ക് ചെയ്യാം. സോ അതിനു മുമ്പ് ഈ നെറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു എലിജിബിലിറ്റി ആണ്. ഓക്കെ, എലിജിബിലിറ്റി ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും, പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, പി എച്ച് ഡി അഡ്മിഷൻ. ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പി എച്ച് ഡി അഡ്മിഷനിക്ക് എലിജിബിലിറ്റി കിട്ടും. ഓക്കെ, ഇതിനകത്തും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലിജിബിലിറ്റി ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ നമ്മൾ പി എച്ച് ഡിക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ. ആ ഒരു എൻട്രൻസ് ടെസ്റ്റിന് ഈക്വൽ ആണ് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് യു ജി സി നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. വേറൊരു കാര്യം കൂടി, പല യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ എലിജിബിൾ ആണ്, പക്ഷെ അത് കൂടാതെ അവർക്ക് ഇപ്പോൾ IIM-K ആണെങ്കിൽ കുറേ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അതിനകത്ത് ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റും അതേപോലെ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണെന്ന് തോന്നുന്നു. ഇതിൽ ഏതിലോ ഒരെണ്ണത്തിൽ GRF വേണം. അപ്പോൾ കുറച്ചും കൂടി അവരുടേതിൽ ഏറ്റവും കൂടുതൽ ഹൈലി പിന്നെ ടോപ്പ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ അവർ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള എന്ത് വെക്കും, എന്താ പറയുക, അവർക്ക് കുറച്ചും കൂടി ഇന്ന ക്രൈറ്റീരിയ ഉള്ള ആൾക്കാരെ എടുക്കുള്ളൂ, ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കുള്ളൂ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് ഒക്കെ അനുസരിച്ച്, നോംസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ എനിവേ PhD അഡ്മിഷനിലേക്ക് നിങ്ങൾക്ക് എലിജിബിൾ ആണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ എന്താ പറയുക റൂൾസും ഇതൊക്കെ ആയിരിക്കും. ഇതൊക്കെ ടോപ്പ് യൂണിവേഴ്സിറ്റികളാണ് ഇങ്ങനെ വെക്കുക. അതും അവരുടെ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആ സ്പെഷ്യലൈസേഷന് അവരിതുപോലെ ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ GRF. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ PhD ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫെലോഷിപ്പ് ഇങ്ങോട്ട് കിട്ടും, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് UGC നെറ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ കിട്ടുക. വേറൊരു കാര്യം കൂടി, ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UGC നെറ്റ് പാസ്സായാലും ടോപ്പ് 6% ആൾക്ക് അപ്രോക്സിമേറ്റ് സബ്ജക്റ്റ് ടു സബ്ജക്റ്റ് ഡിഫറെൻ്റ് ഉണ്ടാവും. എനിവേ ഒരു ടോപ്പ് 6% ആൾക്കാർക്ക് മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി കിട്ടുള്ളൂ. സോ അത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരെന്താണ് PhDക്ക് അഡ്മിഷന് വേണ്ടിയിട്ടും എലിജിബിൾ ആയിരിക്കും. PhD അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ PhD അഡ്മിഷനിലേക്ക് എലിജിബിലിറ്റി കിട്ടും. പക്ഷെ അതിൽ ടോപ്പ് 6%-ന് മാത്രമേ ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി കിട്ടുള്ളൂ. ഇനി അടുത്തത് GRF. ഇത് ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് 1%, ഇപ്പം എത്ര പേരാണോ ആ ഒരു സബ്ജക്റ്റിൽ എഴുതുന്നത് അതിൽ ടോപ്പ് 1% അപ്രോക്സിമേറ്റ് അത്ര പേർക്ക് ഇത് കിട്ടുള്ളൂ. അഗെയിൻ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ UGC റെഗുലേഷൻസും ഓരോ പ്രാവശ്യത്തെ സബ്ജക്റ്റ് അതൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ UGC നെറ്റ് എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത്, PhD അഡ്മിഷൻ എടുക്കാനാണോ, അതോ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ നിങ്ങൾക്ക് PhD ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടണോ, സോ എന്തിനാണോ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം എക്സാമും അതിനനുസരിച്ച് സ്കോറും നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് കിട്ടിയെന്നല്ല അർത്ഥം. അതിനർത്ഥം ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ഏതാണോ യൂണിവേഴ്സിറ്റി അവിടെ പോസ്റ്റ് വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുക. ബാക്കി എന്താ പറയുക, അവിടെ എന്താ പറയുക സെലക്ഷൻ പ്രോസസ്സ്, ഇൻ്റർവ്യൂ പ്രോസസ്സ്, അതിലൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചൊക്കെ ആയിരിക്കും അവർ എടുക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾ പെർഫോമും കൂടി ചെയ്യുക, അതിനനുസരിച്ചിരിക്കും നിങ്ങളെ അവരെടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും എടുക്കും, ആദ്യം എക്സാം പാസ്സാവും. അപ്പം നെറ്റ് ക്വാളിഫൈഡ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD അഡ്മിഷൻ എലിജിബിൾ ആണ് നിങ്ങൾ. അപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് PhD അഡ്മിഷൻ കിട്ടേണ്ടത് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ് നിങ്ങൾ എഴുതേണ്ടി വരില്ല. പിന്നെ അഗൈൻ ഞാൻ പറഞ്ഞു, ടോപ്പ് യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ അവരുടെ ഒരു ക്രൈറ്റീരിയ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ ചെക്ക് ചെയ്യുക. അതിൽ അവർ കണ്ടീഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. GRF പറഞ്ഞല്ലോ, ടോപ്പ് 1% ആൾക്കാർക്കേ കിട്ടുള്ളൂ. എത്ര പേര് എഴുതുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിൽ അതിലും ടോപ്പ് 1% ഏകദേശം. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 ഇയേഴ്സിൽ നിങ്ങൾക്ക് GRF കിട്ടിയാൽ 31,000 പെർ മന്ത് കിട്ടും. ആൻഡ് നെക്സ്റ്റ് 3 ഇയേഴ്സ് നിങ്ങൾക്ക് 35,000 പെർ മന്ത് കിട്ടും. ഇതും UGCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ചിരിക്കും. ഓക്കെ.
ഇനി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയാൽ നിങ്ങളിത് പാസ്സാവും അങ്ങനെയല്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പേഴ്സൻ്റൽ ബേസ്ഡ് സിസ്റ്റമാണ്. അതായത് എത്ര പേര് എഴുതി അതിൽ നമ്മുടെ മാർക്കുമായിട്ട് കമ്പയർ ഒക്കെ ചെയ്തിട്ട് ഒരു എന്താ പറയുക, പേഴ്സൻ്റൽ ബേസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ. നെക്സ്റ്റ്, ടോപ്പ് 6% ആൾക്കാർക്ക് മാത്രമേ അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിലിറ്റി കിട്ടുള്ളൂ. ടോപ്പ് 1% കാൻഡിഡേറ്റ്സിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, GRF കിട്ടുള്ളൂ. അപ്പം അത്രയും കാര്യങ്ങൾ, പിന്നെ നമുക്ക് എന്താ പറയുക, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഓരോ എക്സാം ടു സൈക്കിളൊക്കെ മാറിക്കൊണ്ട് ഇരിക്കും. അപ്പം നിങ്ങളുടെ പെർഫോമൻസ് മാക്സിമം ടു മാക്സിമം ഹൈ കിട്ടാൻ വേണ്ടി നോക്കുക. ഇന്ന മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പാസ്സാവും, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഓക്കെ. ഈ GRF എന്ന് പറഞ്ഞാൽ ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുകയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം പഠിക്കാം. സ്ലോട്ട്സ് ഒക്കെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോപ്പ് 6%-ന് അസിസ്റ്റന്റ് പ്രൊഫസർ, ടോപ്പ് 1%-ന് GRF കിട്ടും. ആൻഡ് PhDക്ക് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, മീൻസ് ഒരു ഇത് കട്ട് ഓഫ് ഉണ്ടല്ലോ, അത് ക്ലിയർ ചെയ്തവർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളത്, ഈ ഒരു നെറ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പോൾ സിംഗിൾ എക്സാമിനേഷന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഔട്ട്കം കിട്ടുന്നതായിരിക്കും. പിന്നെ മിനിമം മാർക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. കട്ട് ഓഫ് ഉണ്ടാവും, അത് ഓരോരോ എക്സാമിനും അവർ പറയുന്നതായിരിക്കും. പിന്നെ പെർഫോമൻസ് ബേസ്ഡ് റാങ്കിങ് ആണ്, അബ്സൊല്യൂട്ട് മാർക്കിംഗ് സിസ്റ്റം അല്ല. നോർമലൈസേഷൻ അപ്ലൈഡ് മീൻസ് ഇപ്പോൾ ഒന്നിലധികം ഷിഫ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷിഫ്റ്റിന് ചിലപ്പോൾ ടഫായിരിക്കും, ഒരു ഷിഫ്റ്റിന് ചിലപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ ഒരു ഫെയർ മാർക്കിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോർമലൈസേഷനൊക്കെ അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്, UGC നെറ്റ് കിട്ടി നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിൾ ആണെന്ന് പറഞ്ഞാൽ അതിന് ലൈഫ് ടൈം വാല്യൂ ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഫെലോഷിപ്പ് ഉണ്ടല്ലോ GRF, അതിന് 3 വർഷം അതിന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ PhD എടുത്തിരിക്കണം, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയിട്ട് പോകും. ഓക്കെ. ബെനിഫിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ജൂണിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തായാലും GRF അല്ലെങ്കിൽ UGC നെറ്റ് കിട്ടിയിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.